മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുര്യച്ചൻ്റെ വീട്ടിൽ വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് അവർക്ക് ഒരുക്കിയത്. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും കൂടെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളും അവരെ സ്നേഹിച്ചതും പിടിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല. പെട്ടെന്ന് ഫോൺ വരും. ആ മീരയ്ക്ക് ഫോൺ വരുന്ന അച്ഛനെന്ന് പറയും. എന്തായി അച്ഛാന്ന് പറയാം. മോളെ, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇങ്ങോട്ട് സിൻസിയറായിരുന്നു. അച്ഛനത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ അവർക്ക് നല്ല വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. CIക്കും SIക്കും ഒക്കെ നല്ലത് കൊടുത്തിട്ടാണ് അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും മോളെ, അവളൊന്ന് നല്ലൊരു പെൺകുട്ടീനെ, ആ വീട്ടിലെ ജോലിക്കാരിയൊന്നും തോന്നില്ല കേട്ടോ കണ്ടാൽ. അത്രയ്ക്കും ഒരു ധൈര്യവും ആത്മധൈര്യം അവളെ മുഖത്തുണ്ടെന്ന് പറയും. ഞാൻ അങ്കിളിനെ കൊടുക്കുക അവളെക്കുറിച്ച് കൂടുതൽ പറയുമെന്ന് പറയുമ്പോൾ സാറേ, അപ്പോൾ നമ്മുടെ ഗ്രേസമ്മയും അതുപോലെ തന്നെ മാമച്ചായനും ഇങ്ങനെ മാറി സംസാരിക്കുന്നത്, സാറേ അവൾ അത്രയ്ക്കും നല്ലൊരു പെൺകുട്ടിയാണ്, അവൾക്ക് ആൾക്കാരെ സഹായിക്കാനുള്ള കഴിവുണ്ട്, അവളത് എന്തായാലും അത്രയ്ക്ക് പാവമായത് കൊണ്ടാണ് സാറേ, ഞങ്ങൾക്ക് അവൾ അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു ഹെൽപ്പ് ചോദിച്ചത്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് സാറേ. അവൾ ആ വീട്ടിലെ ജോലിക്കാരി മാത്രമല്ല സാർ, ആ വീട്ടിലൊരു അംഗം കൂടിയാണ്. അത് ഞങ്ങൾ നേരിട്ട് എപ്പോഴെങ്കിലും വന്നുമ്പോൾ പറയാമെന്ന് പറയും. ആ വീട്ടിൽ കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന സത്യമാണെന്ന് പറയുമ്പോൾ അയാൾക്കതൊരു അത്ഭുതമാവും. അങ്ങനെ വീണ്ടും ഫോൺ വെച്ച് കഴിയുമ്പോൾ അങ്ങനെ ചോദിക്കുന്നു മീര നമ്മുടെ ഗ്രേസമ്മോട്, അതെങ്ങനെ ആൻറ്റി ജോലിക്കാരിയായിട്ട് നിന്നിട്ട് വീട്ടിൽ അംഗമാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ, അത് പറയാറുണ്ടെങ്കിൽ കുറേ ഉണ്ട് മോളെ, അതിനെക്കുറിച്ച് പറയാൻ നിന്നാൽ നേരം വെളുക്കും, അത് പിന്നെ എപ്പോഴെങ്കിലും പറയാമെന്ന് പറയും. പറയണേ, എനിക്ക് എന്തോ അതറിയാനുള്ളൊരു ആകാംക്ഷ എന്ന് പറയും. ഉറപ്പായിട്ടും പറയാമെന്ന് പറയും. എന്തായാലും ഇവളുടെ ചേച്ചിയല്ലേ, ഇവളെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ ജോലിക്കാരി ആയിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളെ വീട്ടിലെ മോളായി ഞങ്ങൾ ദത്തെടുത്ത്, അതുപോലെ തന്നെയാണ് അവളും, ഞങ്ങൾക്ക് അവളും മോൾ തന്നെയാണെന്നൊക്കെ പറയും. ഇതേ സമയം തന്നെ ഗേറ്റിൻ്റെ അവിടെ വന്ന് പോലീസ് വണ്ടി ഇങ്ങനെ ഓർണടിക്കണം. അപ്പോൾ അലീന ഓർണടിച്ചിട്ട് കാര്യമില്ല സാറേ, ഒന്നും തുറക്കില്ല, 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, അവർ പേടിച്ച് അകത്തിരിക്കുകയായിരിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ കോൺസ്റ്റബിളിനോട് പറയും, പോയി ഗേറ്റ് തുറക്കണമെന്ന് പറയും. എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി, ഞാൻ പൊക്കോണ്ട് എന്ന് പറയും. നിന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് വേണം, നിന്നെ വല്ലവരും കയറി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തലയിലാവും, DYSP പറഞ്ഞിട്ടില്ലേ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗേറ്റ് തുറന്ന് അപ്പോൾ പോലീസ് വണ്ടിയുടെ ലൈറ്റൊക്കെ കൃഷ്ണമോളുടെ ജനലിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃഷ്ണമോൾ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ പോലീസ് വണ്ടിയാണ്. അപ്പോൾ അതിന് മുന്നേ കല്ലേറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ ആകെ നിറച്ച് വടിയും കല്ലൊക്കെ എടുക്കുന്നുണ്ട്. വീരൻ്റെ വീടല്ലേ, നാട്ടുകാർ സമ്മാനിച്ചതാവുമെന്ന് പറയുന്നത്. കൃഷ്ണമോൾ ജനലിൻ്റെ ഇടയിൽ കൂടെ വന്ന് നോക്കുമ്പോൾ അലീന ഇറങ്ങി നിൽക്കുന്നതും കണ്ടു. പോലീസ് വണ്ടി തിരിച്ചു പോകുന്നൊരു ഭാഗമൊക്കെ ഇനി കാണിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോൾക്കൊരു സമാധാനമായി, അലീന ചേച്ചി വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. അലീനയെങ്കിൽ മുറ്റത്ത് അതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് അമ്പരന്നിങ്ങനെ നിൽക്കണ്. അതിനുശേഷം പിന്നെ വാതിൽ തുറന്ന് അകത്തേക്ക് ഇങ്ങനെ കയറണ്, വണ്ടിയും പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന പോക്കിൽ അലീനനെ അങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് CI. അയാൾക്ക് നല്ല വയറാച്ച് കിട്ടിയാലോ അതുകൊണ്ട് തന്നെ. എന്നിട്ട് പിന്നെ അകത്ത് കയറി അലീന വാതിലടച്ച് കൃഷ്ണമോളെ നല്ലോണം നോക്കണ്. കൃഷ്ണമോൾക്ക് സങ്കടവും സന്തോഷവും ഒക്കെ കൂടി ഓടി വന്ന് കഴിഞ്ഞിട്ട് അലീനനെ അങ്ങനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം പൊട്ടിക്കറിയുന്നു, ചേച്ചി എന്തൊക്കെയായിരുന്നു ചേച്ചി എന്ത് ഇത്ര തരം വരാഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു മോളെ എന്ന് പറയും. ചേച്ചിനെ അവർ അടിച്ചോ ഉപദ്രവിച്ചോ, ചേച്ചി വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീനോട് കൃഷ്ണമോൾ. കൃഷ്ണൻ എന്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് വരെ അലീനയ്ക്ക് മനസ്സിലായി. പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. സമാധാനിപ്പിക്കാനോ മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും ഒരാളില്ലാണ്ട് ആകെ തകർന്നിരിക്കുകയെന്ന് കൃഷ്ണമോളെ പറയും. വെള്ളം പോലും തന്നില്ല മോളെ, ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല, എന്നോട് മോശമായി പെരുമാറിയത്, രോഹിത്തിൻ്റെയൊക്കെ പേരിൽ പരാതി എഴുതി കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നാ ചെയ്തിട്ടുണ്ട് ചേച്ചിന് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ പരാതി എഴുതി കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരായിരുന്നു എന്ന് പറയും. ചേച്ചിക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം ചേച്ചി എന്ന് പറയും. ഞാനും വരാൻ മോളെ എന്ന് പറയുമ്പോൾ വേണ്ട എനിക്കറിയാം അത്യാവശ്യമൊക്കെ ഉണ്ടാക്കാമെന്ന് പറയും. കൃഷ്ണനൊക്കെ എന്തായാലും ഭയങ്കര ഒരു സമാധാനമായി. അലീനനെ കണ്ടപ്പോൾ എന്തോ കൈവിട്ട് പോയ ഒരു ധൈര്യമൊക്കെ തിരിച്ചു വന്നു. ഈ സമയം തന്നെ മുകളിൽ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് 2 മിനിറ്റോളം. ഒരു ചെറിയൊരു മാറ്റമൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട് ഭവിതരുടെ സ്വഭാവത്തിൽ. എന്നിട്ട് പിന്നെ വീണ്ടും അകത്തേക്ക് പോകും. അങ്ങനെ പിന്നീട് ദേവതിക്കുട്ടി പറയും, ആൻറ്റി ഞാനൊന്ന് വിളിക്കട്ടെ അലീന ചേച്ചീനെ എന്ന് പറയും. എന്നാൽ നീ വിളിക്കി, ഞങ്ങൾ അകത്തേക്ക് പോട്ടെ എന്ന് പറയും. അങ്ങനെ വിളിക്കിന് അലീന ചേച്ചി എപ്പോഴാണ് വന്നതെന്ന് പറയും. ഇപ്പം തന്നെ വന്നുള്ളൂ, ആരാ കൊണ്ടാക്കിയേ, ഒരു പോലീസുകാർ ഇവിടെ കൊണ്ടാക്കി മോളെ എന്ന് പറയും. അത് എങ്ങനെ ചേച്ചി ഇറങ്ങിയത് അവിടെ നിന്ന് പറയും. എന്താണെന്നറിയില്ല മോളെ, ഒരു പോലീസുകാരൻ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് അവരെ വയറ് നിറച്ച് ചീത്ത പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. പോലീസുകാരൻ ആരാണെന്ന് വിചാരിച്ചേ, ഞങ്ങൾ പറഞ്ഞിട്ട് വന്നാണ് എന്നറിയും. നിങ്ങളോ? പാലാ DYSPന്നതെന്ന് പറയും. പാലാ DYSP നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കും. ഗ്രേസമ്മരെ ബന്ധുണ്ട് കുറവിലങ്ങാട് കുര്യച്ചനങ്കിൾ എന്ന് പറയും. ആളുടെ മോൻ്റെ ഭാര്യ
DYSPയുടെ മോളാണ് എന്ന് പറയും. അതെയോ? അപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവും. ഞങ്ങളെ അപ്പോൾ പറയും മോളെ ഒന്ന് ആൻറ്റിയെ കൊടുക്കാൻ പറയും. അങ്ങനെ ആൻറ്റിയിൽ കൊടുക്കും. അപ്പോൾ ആൻറ്റി എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, അതിന് വലിയൊരു ഉപകാരം ഞാൻ ആൻറ്റി എനിക്ക് ചെയ്തു തരാനില്ല എന്നറിയും. അതൊന്നും സാരില്ല മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക, വന്നില്ല നീ വീട്ടിലേക്ക്, നിന്നെ അവർ കൊണ്ടാക്കിയില്ലേ? ആ കൊണ്ടാക്കി, ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കില്ല എന്ന് പറയും. ഞാനേ പറയും ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയും ആൻറ്റി എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, അത്രയ്ക്കും ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ത്യാഗം എനിക്ക് വേണ്ടി ചെയ്തത്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല, അവരോടൊക്കെ ആൻറ്റി നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ നീ തന്നെ നേരിട്ട് പറഞ്ഞാൽ ഞാൻ കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ജോബിച്ചെന്നെ മേടിക്കാൻ പോയത് പറഞ്ഞു നിനക്കല്ല, നീയല്ലല്ലോ സഹായിച്ചത് എന്ന് പറഞ്ഞ് മീരയ്ക്ക് കൊടുക്കും. മീര ഹലോ ഞാൻ മീര DYSPയുടെ മോളെന്ന് പറയും. മീര ചേച്ചി എന്ന് പറയും. അങ്ങനെ വിളിക്കാവോ? റെസ്പെക്റ്റ് കൊണ്ട് വിളിക്കണാട്ടോ എന്ന് പറയും. അതൊന്നും സാരില്ല ചേച്ചി, ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചിയുടെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അച്ഛൻ മാത്രമല്ല കേട്ടാ, നല്ലൊരു പോലീസ് ഓഫീസർ കൂടിയാണ്, അതെനിക്ക് ഇന്ന് മനസ്സിലായി. അത്ര വലിയ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എന്ന് പറയും. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി, അച്ഛനോടും എന്നെ സഹായിച്ചതിന് ചേച്ചി നന്ദി പറയണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാട്ടാ എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രേസമ്മരയിൽ കൊടുക്കും. അതിന് സംസാരിച്ചതിന് ശേഷം ഗ്രേസമ്മരയിൽ കൊടുക്കുമ്പോൾ ഗ്രേസമ്മൻ പറയും അതെ വീട്ടിൽ വന്നിട്ട് വിളിക്കാട്ടാ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കിന്. ആ ശരി കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ ഒരു സന്തോഷത്തോടെ സംസാരിച്ച് ഫോൺ വയ്ക്കിന്. പറയും ഇതേ അലീന പാവമാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമേ അവൾക്ക് അറിയുള്ളൂ, അത്രയ്ക്ക് ഞങ്ങൾക്ക് അവൾ അറിയുന്നത് കൊണ്ടാണ് മീരയുടെ അടുത്തേക്ക് ഞങ്ങൾ അവൾക്ക് വേണ്ടി ഹെൽപ്പ് ചോദിച്ച് വന്നേന്ന് പറയും. ഓ അപ്പം ഞാൻ പുറത്തായല്ലേ, ഇവളെ കല്യാണം കഴിച്ചുകൊണ്ടാ ഇങ്ങനെ ഒരു സഹായം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ജോബിച്ചൻ കളിയാക്കിച്ചിരിക്കും. പിന്നീട് കൃഷ്ണമോള് പത്രത്തിൽ വന്ന വാർത്ത വായിക്കുന്നത്, ആകെ നെഞ്ച് പൊട്ടിക്കൊണ്ട് പത്രം വായിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരിക്ക് ജോലിക്കാരനെ ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്തു പീഡിപ്പിക്കാൻ ശ്രമിച്ചു കോടീശ്വരനായ ബാലചന്ദ്രൻ. ആ കേസ് അലീന ഒത്തുതീർപ്പാക്കിയത് അലീനയുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ ഇട്ടുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അലീന തലയ്ക്ക് കൈ കൊടുത്തു കഴിഞ്ഞിട്ട് പൊട്ടിക്കറിയുന്നു. കാരണം സർവ്വത നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ഈ കൃഷ്ണമോളും അതെ പേപ്പർ വായിച്ചു കഴിഞ്ഞിട്ട് കരയിന്. എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് എന്ത് ചെയ്യാനറിയില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു വൈജയന്തിക്ക്. പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് തലയിൽ മുഖത്ത് വെച്ചിട്ടാണ് വൈജയന്തിയും പൊട്ടിക്കരയണത്. അലീന ബാലചന്ദ്രനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് പറ്റിയ പോലെ തന്നെയല്ല അച്ഛാ ആ പെൺകുട്ടിക്കും പറ്റിയിട്ടുള്ളത്. അച്ഛൻ എന്നെ സമാധാനിപ്പിച്ച പോലെ തന്നെ അവളെയും സമാധാനിപ്പിക്കണം. നമുക്ക് പോകണം അവളെ അടുത്തേക്ക്, ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞിട്ട് ആ പെൺകുട്ടീനെ സഹായിക്കണം എന്നൊക്കെ പറയുന്നു. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നു. പേപ്പറിലെ വിശേഷങ്ങളൊന്നും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. എന്ത് പറയാൻ, ഒന്നും പറയാനില്ല. ആകെ തകർന്ന് തരിപ്പടായി നിൽക്കണ്. ലോകം മുഴുവൻ അറിഞ്ഞു. ഇപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ട് അലീനോട് ചോദിക്കുന്നു, ചേച്ചി ഇനി ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? ഫോട്ടോ കണ്ടില്ലേ, 4 പേരുടെ ഫോട്ടോ. എന്ത് പറഞ്ഞ് നമ്മൾ ഇനി പുറത്തിറങ്ങും? ഞങ്ങൾക്ക് ഇനി ക്ലാസ്സിന് പോകാൻ പറ്റുമോ? ഇനി മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ചേച്ചി? നാണക്കേടായിട്ട് പാടില്ല എന്നും പറഞ്ഞ് അലീനനെ നെഞ്ചത്ത് വീണ് കഴിഞ്ഞിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണമോള്.